എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നമ്മുടെ തേർഡ് സെമസ്റ്റർ BSc ഫിസിക്സിലെ ഇലക്ട്രോഡൈനാമിക്സ് 1 എന്ന പേപ്പർ ഔദ്യോഗികമായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു. അപ്പോൾ ഇലക്ട്രോഡൈനാമിക്സ് 1 അതുപോലെ ഇലക്ട്രോഡൈനാമിക്സ് 2 എന്നിങ്ങനെ രണ്ട് പാർട്ടായിട്ടാണ് നിങ്ങൾ ഈ പേപ്പർ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇലക്ട്രോഡൈനാമിക്സിൻ്റെ ഒരു ബേസിക്സ് ഒക്കെ നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും അതിൻ്റെ ഒരു അഡ്വാൻസ്മെൻ്റ് ആണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലൂടെ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ രണ്ട് സെമസ്റ്ററുകളിലൂടെ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നു 5 ചാപ്റ്ററാണ്. അതിനകത്ത് ആദ്യം വരുന്നത് വെക്റ്റർ കാൽക്കുലസ് ആണ്, പിന്നെ വരുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡാണ്, പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇൻസൈഡ് മാറ്റർ ആണ്, പിന്നെ വരുന്നത് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ആണ്, പിന്നെ മാഗ്നറ്റോസ്റ്റാറ്റിക് ഫീൽഡ് ഇൻസൈഡ് മാറ്റർ ആണ്. ഇങ്ങനെ 5 ചാപ്റ്ററായിട്ടാണ് വരുന്നത്. അപ്പോൾ രണ്ടാമത്തത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇൻസൈഡ് മാറ്റർ, പിന്നെ മൂന്നാമത്തത് മാഗ്നറ്റോസ്റ്റാറ്റിക് ഫീൽഡ് ഇൻസൈഡ് മാറ്റർ, അങ്ങനെ ആണ് വരുന്നത്. ആ ബാക്കി 4 ചാപ്റ്റർ ഉണ്ടല്ലോ, ആ 4 ചാപ്റ്റർ പഠിക്കണമെങ്കിൽ, അത് വളരെ തറവായിട്ട് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അതിന് വേണ്ടുന്ന ഒരുപക്ഷെ ഞാൻ ലാംഗ്വേജ് എന്ന് പറയും, അതിന് വേണ്ടുന്ന ലാംഗ്വേജാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലൂടെ ഡെവലപ്പ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം വരെ സിലബസിൽ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇത് നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിട്ട് പിന്നെ നിങ്ങൾ 4th സെമസ്റ്ററിലായിരുന്നു ഇലക്ട്രോഡൈനാമിക്സ് പഠിച്ചിരുന്നത്. പക്ഷേ കുറച്ചുകൂടെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സിലബസാണ് ഇപ്രാവശ്യം ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും, ആ ടൂള്, ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ആ വലിയൊരു ബ്രാഞ്ച്, ഒരു വാസ്റ്റ് ഫീൽഡ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, അതിനുള്ള ടൂള് ആദ്യം ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ വെക്റ്റർ അനാലിസിസ് ആണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അത് തറവായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബാക്കി ചാപ്റ്റേഴ്സ് പഠിക്കുന്നത് വളരെ എളുപ്പമായിരിക്കും. അത് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ലാംഗ്വേജ് ആണ്. ഇലക്ട്രോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ആ ഒരു ഫിസിക്സിൻ്റെ ഫീൽഡിൻ്റെ ലാംഗ്വേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഫസ്റ്റ് ചാപ്റ്ററിനെ വിശേഷിപ്പിക്കാം. അതിനകത്ത് നമ്മൾ വെക്റ്റർ ആൽജിബ്ര, അതുപോലെ കോർഡിനേറ്റ് സിസ്റ്റം, അതുപോലെ ബേസിക് ആയിട്ടുള്ള കുറേ ഓപ്പറേഷൻസ്, ഡിഫറൻഷ്യൽ കാൽക്കുലസ്, ഇൻ്റഗ്രൽ കാൽക്കുലസ് ഒക്കെയാണ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ചാപ്റ്റർ വളരെ തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ചാപ്റ്റർ നമുക്ക് വളരെ സ്മൂത്തായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഫർദർ അഡ്യൂ ഇല്ലാതെ നമുക്ക് നേരെ ആ ചാപ്റ്ററിലേക്ക് പോവാം. അപ്പോൾ വെക്റ്റർ അനാലിസിസ് ആണ് നിങ്ങളുടെ ആദ്യത്തെ ചാപ്റ്റർ. ഞാൻ വളരെ ബേസിക്സ് നിന്നാണ് തുടങ്ങുന്നത്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇനി ബേസിക്സ് കിട്ടിയില്ല എന്നുള്ള സംസാരം പാടില്ല, വളരെ ബേസിക് ആയിട്ട് അവിടെ നിന്നാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്. വെക്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ പഠിച്ചൊരുതുണ്ട്. വെക്ടേഴ്സ് ആർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, സ്കെയിലേഴ്സ് ആർ ദ ക്വാണ്ടിറ്റീസ് ദാറ്റ് ആർ ഹാവിങ് ഓൺലി മാഗ്നിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. അതൊന്ന് പിന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് നേരെ പോകാം. ഇപ്പം ഞാൻ പറയാണ്, എൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ പോകണമെന്ന് പറയണം. ഓക്കെ, 10 കിലോമീറ്റർ പോകണം. അങ്ങനെ പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് ഏത് ഡയറക്ഷനിലും 10 കിലോമീറ്ററിൽ പോവാം. ഇവിടുന്ന് ഇങ്ങനെ പോവാം, ഇങ്ങനെ പോവാം, ഇങ്ങനെ പോവാം, എങ്ങനെയും പോവാം. ദർ വിൽ ബി എ സർക്കിൾ അറൗണ്ട് ഹിം, ഏത് ഡയറക്ഷനിലും പോവാം. അതുപോലെ അയാൾക്ക് പോയിട്ട് ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞുമൊക്കെ പോവാം. അങ്ങനെ അയാൾ 10 കിലോമീറ്റർ പോയാൽ അയാൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തൂല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല, അല്ലേ? അത്തരത്തിലുള്ള ക്വാണ്ടിറ്റീസ്, അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ ഒരു കേസ്, ഇപ്പം ഞാൻ പറയാണ്, നിങ്ങൾ ഒരു പോയിന്റിൽ നിന്നും നോർത്തിലേക്ക് 4 കിലോമീറ്റർ പോയി. ഓക്കെ, ഞാനിവിടുന്ന് നോർത്തിലേക്ക് 4 കിലോമീറ്റർ പോയി. പിന്നെ ആ പോയിന്റിൽ നിന്നും ഈസ്റ്റിലേക്ക് ഒരു 3 കിലോമീറ്റർ പോയി എന്നരുത്. ഒരു പോയിന്റിൽ നിന്ന് നോർത്തിലേക്ക് 4 കിലോമീറ്ററും അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് നേരെ ഈസ്റ്റിലേക്ക് ഒരു 3 കിലോമീറ്ററും പോയി എന്നരുത്. എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ്ലി അയാൾ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്? 4 ഉം 3 ഉം 7 കിലോമീറ്റർ. പക്ഷേ സത്യത്തിൽ അയാളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും തമ്മിൽ എത്ര ദൂരം ഉണ്ടാവുള്ളൂ? സിമ്പിളായിട്ടുള്ള പൈതഗോറിയൻ തിയറം വെച്ചാൽ നമുക്കൊന്ന് മനസ്സിലാവും. ഈ ഡിസ്റ്റൻസ് ഇതല്ലേ, അയാളുടെ തുടക്കവും ഒടുക്കവും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് എത്ര ഉണ്ടാവുക? ഇത് 4 ആണ്, 3 ആണ്. 4 സ്ക്വയർ 16, 3 സ്ക്വയർ 9, √25 ആണ്, അല്ലേ? അപ്പോൾ 5 കിലോമീറ്റേഴ്സ് ഉണ്ടാവുക, അല്ലേ? അപ്പോൾ ഇത് സാധാരണ നമ്പർ പോലെയല്ല ആഡ് ചെയ്യുന്നത്, അല്ലേ? അയാൾ ഇവിടുന്ന് 4ഉം ഇവിടുന്ന് 3ഉം പോയാൽ അയാൾ കവർ ചെയ്യുന്നത് സത്യത്തിൽ എത്രയാണ്? 7 കിലോമീറ്റർ ആണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്ക് ആകെ 5 കിലോമീറ്ററേ ഉള്ളൂ. ഇതിൻ്റെ ഒരു മാത്തമാറ്റിക്സ് സാധാരണ ഒരു അഡീഷൻ സബ്ട്രാക്ഷൻ പോലെയല്ല. ഇത്തരം ക്വാണ്ടിറ്റീസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തെടുത്തതാണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിച്ച ഡെഫിനിഷൻ ഒന്നുകൂടെ നമുക്ക് പറയാം. എന്താണ്? വെക്ടേഴ്സ് ആർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ്
ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഇനി അതിനോട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ് സ്കേലേഴ്സ്. സ്കേലേഴ്സ് എന്താണ്? സ്കേലേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ക്വാണ്ടിറ്റീസ് ഹാവിങ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ബട്ട് നോ ഡയറക്ഷൻ, അല്ലേ? അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല, അല്ലേ? ഇനി അതിന് പലതരത്തിലുള്ള എക്സാമ്പിൾസ് ഉണ്ട്, അല്ലേ? എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഫോഴ്സ്, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ഒക്കെ വെക്ടേഴ്സിന് എക്സാമ്പിൾസ് ആണ്, അല്ലേ? വെക്ടേഴ്സിന് എക്സാമ്പിൾസ് ആണ് ഫോഴ്സ്, ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ, അല്ലേ? ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ലൈൻ സെഗ്മെൻറ്റ് ഹാവിങ് എ ഡയറക്ഷൻ, അതാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി അതുപോലെ സ്കെയിലേഴ്സിന് എക്സാമ്പിൾ പറയുക വെച്ചാൽ സ്കെയിലേഴ്സിന് എക്സാമ്പിൾ എന്താണ്? ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയും, അല്ലേ? ഡിസ്റ്റൻസ് ഒരു സ്കെയിലറിന് എക്സാമ്പിളാണ്. അതുപോലെ ഇവിടെ ഞാൻ മാസ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കണ്ടെയ്ൻഡ്, മാസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലറാണ്. എന്നാൽ വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്താവും? അത് ഒരു വെക്ടറാവും. മാസ് സ്കെയിലറാണ്, പക്ഷേ വെയിറ്റ് വെക്ടറാണ്. കാരണം വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും എഫ് ഈക്വൽ ടു എം ജി എന്ന് പറയുന്ന, അല്ലെങ്കിൽ എഫ് ഈക്വൽ ടു എം എ എന്ന് പറയുന്നതിൽ നിന്നും ഡിറൈവ് ചെയ്ത് വന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് എന്ത്? വെയിറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലേ? ഹൗ മച്ച് ഫോഴ്സ് ഡസ് ദിസ് എക്സേർട്ട് ഓൺ ദ സർഫസ് ഇറ്റ് ഈസ് സ്റ്റാൻഡിങ്, അതാണ്, അല്ലേ? ഇനി അതുപോലെ മറ്റൊരു എക്സാമ്പിൾ സ്പീഡ്. സ്പീഡ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. എന്നാൽ അതിൻ്റെ ഇക്വലൻ്റ് ആയ വെലോസിറ്റി എന്താണ്? ഒരു വെക്ടറാണ്. വെലോസിറ്റി വെക്ടറാണ്, അല്ലേ? ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള. ഇനിയും കുറേ എക്സാമ്പിൾസ് നിങ്ങൾക്കുണ്ട്, അല്ലേ? അപ്പോൾ ക്വാണ്ടിറ്റീസ് ഹാവിങ് ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. ഇനി ഈ വെക്ടറും സ്കെയിലാറും ശരിക്കും വരുന്നത് ഇവരുടെയൊക്കെ ഒരു കാരണവലുണ്ട്. അവർക്ക് നമ്മൾ ടെൻസർ എന്നാണ് പറയാം. അതിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ സെമസ്റ്ററിൽ പഠിക്കും, പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ MSc പഠിക്കുള്ളൂ. ഇയാളാരാണ്? ടെൻസർ. ടെൻസർ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ നിന്നാണ് ശരിക്ക് വെക്ടേഴ്സും സ്കെയിലാറും വരുന്നത്. ടെൻസർ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്താ പറയുക, ഡെപ്ത് കൂടും. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മൾ തൊട്ടടുത്ത ചാപ്റ്ററിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയും, പിന്നെ നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ടെൻസേഴ്സ് ഹാവിങ് റാങ്ക് 1 ആണ്. അതുപോലെ സ്കെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ ടെൻസേഴ്സ് ഹാവിങ് റാങ്ക് 0 ആണ്. ഓക്കെ, അപ്പോൾ വെക്ടറും അതുപോലെ സ്കെയിലാറും എന്താണ്? ടെൻസറാണ്. ടെൻസറിൻ്റെ റാങ്ക് 1 ആണ് വെച്ചാൽ അത്തരം ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ വെക്ടേഴ്സ് എന്ന് പറയാം. ടെൻസറിൻ്റെ റാങ്ക് 0 ആണെങ്കിൽ അത്തരം ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ സ്കെയിലാർ എന്ന് പറയാം. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് ഈ എക്സാമ്പിൾസിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടെ പറയാം. ഓക്കെ, ഞാൻ പറയാണ് ചൂട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ നല്ല ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇന്നലെ ഉണ്ടായിരുന്നതിലേറെ ടെമ്പറേച്ചർ ഇന്ന് മാറിയിട്ടുണ്ട് എന്ന് പറയാണ്. ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്തായിരിക്കും? വെക്ടർ ആയിരിക്കുമോ സ്കെയിലാർ ആയിരിക്കുമോ? അത് സ്കെയിലാർ ആയിരിക്കും. അപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് എന്താണ്? സ്കെയിലാറാണ്. കാരണം കൂടിയോ കുറഞ്ഞോ എന്ന് നമ്മൾ പറയുന്നില്ല. ഓക്കെ, ആ ടെമ്പറേച്ചർ കൂടിയ ഇന്നലത്തിലേറെ ചൂടിന്ന് കൂടുതലാണെന്നോ അല്ലെങ്കിൽ കുറവാണെന്നോ നമ്മൾ പറഞ്ഞിട്ടില്ല. ചേഞ്ച് ഉണ്ടായി എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതെന്താണ്? സ്കെയിലാറാണ്, ടെമ്പറേച്ചർ ചേഞ്ച്. എന്നാൽ റേസ് ഇൻ ടെമ്പറേച്ചർ എന്താണ്? റേസ് ഓർ ഫാൾ ഇൻ ടെമ്പറേച്ചർ എന്താണ്? അതൊരു വെക്ടറാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. ഇപ്പോൾ റേസ് ഇൻ ഫാൾ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടി അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറഞ്ഞു എന്ന് പറയണം. അപ്പോൾ അത് ഒരു ഡയറക്ഷൻ ഉണ്ട്, അതിനെ നമുക്ക് വെക്ടറായിട്ട് പരിഗണിക്കാം. ഇത്രയൊക്കെയാണ് വെക്ടറിനും സ്കെയിലാറിനും എക്സാമ്പിൾസ്. ഇനി ഒരു വെക്ടറിനെ നമ്മൾ ജനറലി എക്സ്പ്രസ് ചെയ്യാറുള്ളത് ഒരു ആരോ മാർക്ക് ഇതുപോലെ ഇട്ടിട്ടാണ്. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്താൽ അതൊരു വെക്ടറാണെന്നാണ്. വേറെ എക്സാമ്പിൾ നമുക്ക് വെക്ടർ ബി അങ്ങനെയൊക്കെ പറയാം. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ വെക്ടേഴ്സിനെ നമ്മൾ എഴുതുമ്പോൾ ചെയ്യാറുള്ളത്. എന്നാൽ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ഇനി വായിക്കാൻ പോകുന്ന ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെ വെക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുക ബോൾഡ് ലെറ്റേഴ്സ് ആയിട്ടാണ്. കുറച്ച് കട്ടി കൂടി ഡാർക്ക് ആയിട്ടുള്ള ലെറ്റേഴ്സ് ആയിട്ടാണ് വെക്ടറിനെ നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ടെക്സ്റ്റൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കുക, ബോൾഡ് ലെറ്റേഴ്സ് കണ്ടാൽ അതെന്താണ്? വെക്ടേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഒരു വെക്ടറിനെ അതുപോലെ നമ്മൾ ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാറ് എങ്ങനെയാണ്? ഇതുപോലെയാണ്, എ ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ്, അല്ലേ? ഇതുപോലെയാണ് നമ്മൾ വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഈ ഭാഗത്തിന് നമ്മൾ
ടെയിൽ എന്ന് പറയും, ഇതിനെ ഹെഡ് എന്ന് പറയും അല്ലേ. ഈ ആരോ മാർക്ക് വരുന്ന ഭാഗത്തിനെ ഹെഡ് എന്ന് പറയും, ഇതിനെ ടെയിൽ എന്ന് പറയും. ഇങ്ങനെയാണ് നമ്മൾ വെക്ടേഴ്സിനെ സാധാരണ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. ഇതാണ് വെക്ടർ. ഇനി മാഗ്നിറ്റ്യൂഡ് നമ്മൾ സാധാരണ ഇങ്ങനെ സിമ്പിളായിട്ട് എ എന്ന് പറയും, അല്ലെങ്കിൽ എങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇങ്ങനെ പറയും. അപ്പോൾ ഇതാണ് വെക്ടർ റെപ്രസെൻറ്റേഷൻ, ഇതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ പ്ലെയിൻ ആയിട്ട് എഴുതിയാൽ അത് സ്കെയിലറായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ആരോ മാർക്ക് ഇട്ടാൽ അതിനെ വെക്ടറായിട്ടും ട്രീറ്റ് ചെയ്യും. അതുപോലെ ഇതുപോലെ ഒരു മോഡുലസിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് മാഗ്നിറ്റ്യൂഡായിട്ട് ട്രീറ്റ് ചെയ്യും. ഇനി ഇങ്ങനെയാണ് വെക്ടർ എ ഉണ്ടാവുക. അങ്ങനെയാണെന്ന് വെച്ചാൽ മൈനസ് എ എങ്ങനെ ഉണ്ടാവുക? ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ -1 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് റിമെയിൻസ് ദ സെയിം, ബട്ട് ഇറ്റ്സ് ഡയറക്ഷൻ ഗെറ്റ് ചേഞ്ച്ഡ് അല്ലേ. അപ്പോൾ ഇതേ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഇങ്ങനെ ഒരു വെക്ടർ വരക്കാം അല്ലേ. ഇതാണെന്ത് മൈനസ് എ എന്ന് പറയുന്നത് അല്ലേ. വെക്ടർ എ ഇങ്ങനെയാണെങ്കിൽ മൈനസ് എ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആവും. ഇറ്റ് വിൽ ബി ഹാവിങ് ദി സെയിം മാഗ്നിറ്റ്യൂഡ് ബട്ട് വിൽ ബി ഹാവിങ് എ ഡിഫറെൻറ്റ് ഡിറക്ഷൻ അല്ലേ. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളതാണ് വെക്ടർ ഓപ്പറേഷൻസ്. ഇനി നമുക്ക് വെക്ടർ ഓപ്പറേഷൻസ് പറയാം. വെക്ടർ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്സ്ട്രാക്ഷൻ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ സംഭവമാണ് വെക്ടർ ഓപ്പറേഷൻസ്. വെക്ടേഴ്സിന് നമുക്ക് ശരിക്കും 4 ഓപ്പറേഷൻസ് ഉണ്ട്. ഒന്ന് അഡീഷൻ, 2 സബ്സ്ട്രാക്ഷൻ, പിന്നെ 3 തരത്തിലുള്ള മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അഡീഷൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഓപ്പറേഷൻ അഡീഷൻ എന്ന് പറയാം, വെക്ടർ അഡീഷൻ. അതുപോലെ പിന്നെ 3 തരം മൾട്ടിപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, വെക്ടർ അഡീഷൻ ആദ്യം നോക്കാം. നമുക്ക് 2 വെക്ടേഴ്സ് ഉണ്ടെന്ന് കരുതുക. ഒന്ന് വെക്ടർ എ ആണ്, മറ്റൊന്ന് വെക്ടർ ബി ആണ്. വെക്ടർ എയും വെക്ടർ ബിയും. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ മാർക്ക് ചെയ്തത് ഇതാണ് ടെയിൽ, ഇതാണ് ഹെഡ്. അതുപോലെ ഇതാണ് ഇതിൻ്റെ ടെയിൽ, ഇതാണ് ഇതിൻ്റെ ഹെഡ്. ഇനി നമുക്ക് A+B ചെയ്യണം എന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. പ്ലേസ് ദ ടെയിൽ ഓഫ് ബി അറ്റ് ദ ഹെഡ് ഓഫ് എ. നിങ്ങൾ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ പഠിച്ചതല്ലേ, സെയിം തന്നെയാണ്. എന്താ ചെയ്യുക, നമ്മൾ എ ഇതുപോലെ നിൽക്കുന്നുണ്ട് അല്ലേ, എ ഇതുപോലെ നിൽക്കുന്നുണ്ട്, ഇതേ വെക്ടർ ഇവിടെ നിൽക്കുന്നുണ്ട്. ആൻഡ് യു ഹാവ് ടു പ്ലേസ് വെക്ടർ ബി അറ്റ് ദ ഹെഡ് ഓഫ് വെക്ടർ എ. വെക്ടർ ബിയുടെ ടെയിൽ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യണം, വെക്ടർ എൻ്റെ ഹെഡിൽ വെക്കണം. അപ്പോൾ ഈ ഭാഗം എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചാൽ എന്താവും, ഇതുപോലെയാവും അല്ലേ, ബി. ഇങ്ങനെയാണെങ്കിൽ the sum of vector A and vector B will be the vector joining from tail of A to the head of B. അപ്പോൾ എങ്ങനെ ഉണ്ടാവുക, ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ മതി അല്ലേ. അപ്പോൾ ഈ ക്വാണ്ടിറ്റിയാണ് എന്ത്, വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ന് പറയുന്നത് അല്ലേ. വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ, അപ്പം യു ഹാവ് ടു പ്ലേസ് ദ ടെയിൽ ഓഫ് ബി അറ്റ് ദി ഹെഡ് ഓഫ് എ ആൻഡ് ദ സം എ പ്ലസ് ബി വിൽ ബി the vector directed from tail of A to the head of B. ഇതിനാണ് നമ്മൾ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയാം. അതുപോലെ ഇതിൻ്റെ പാരലലോഗ്രാം ലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഈ ഒരു വെക്ടർ അഡീഷൻ്റെ പ്രോപ്പർട്ടീസ്, ഏത് ഓപ്പറേഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും അതിൻ്റെ പ്രോപ്പർട്ടീസും നിങ്ങൾ പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? പ്രോപ്പർട്ടി എന്താണ്? ഇറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്. വെക്ടർ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് അല്ലേ. വെക്ടർ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. എന്താ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ, വെക്ടർ എ പ്ലസ് വെക്ടർ ബി വിൽ ബി ഈക്വൽ ടു വെക്ടർ ബി പ്ലസ് വെക്ടർ എ. ഇതിനെയാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയാം അല്ലേ. ഈ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള എന്താ ഇതിനൊരു സെൻസ് ഇല്ലാത്തൊരു സംഭവമായിട്ട് നമുക്ക് തോന്നാറുണ്ട് പലപ്പോഴും. എന്താണ് ഈ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്നുള്ളത് അല്ലേ? എ പ്ലസ് ബിയും ബി പ്ലസ് എയും സെയിം ആണ്. 1ഉം 2ഉം 3ആണ്, 2ഉം 1ഉം 3ആണ് എന്നുള്ളൊരു ഇതുപോലെയാണ് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ സത്യത്തിൽ അതല്ല, ഒരു ഓപ്പറേഷനാണത്. നമ്മൾ ഒരു പ്രവൃത്തി ആദ്യം ചെയ്യുന്നു, പിന്നെ രണ്ടാമത്തെ പ്രവൃത്തി ചെയ്യുന്നു, അപ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടുമല്ലോ. അത് തിരിച്ച് ചെയ്താൽ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ രണ്ടാമത്തെ പ്രവൃത്തി ചെയ്യുക, പിന്നെ നമ്മൾ ഒന്നാമത്തെ പ്രവൃത്തി ചെയ്യുക, അപ്പോൾ കിട്ടുന്ന റിസൾട്ടും ആദ്യം കിട്ടിയ റിസൾട്ടും സെയിം ആവണം. അതിനാണ് നമ്മൾ ശരിക്കും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുക. അപ്പോൾ അത് ശരിക്കും നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇവിടെ എക്സ്പെരിമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക്, ഓക്കെ, ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഞാൻ ഓപ്പറേഷൻ നടത്തുകയാണ്. എൻ്റെ ഓപ്പറേഷൻ റൊട്ടേഷൻ എന്ന് പറഞ്ഞ ഓപ്പറേഷനാണ്. റൊട്ടേറ്റിംഗ് 90 ഡിഗ്രി ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. ഓക്കെ,
അപ്പോൾ ഞാൻ ഈ ടെക്സ്റ്റ് എടുത്തിട്ട് ആദ്യം എൻ്റെ റൈറ്റിലേക്ക് ഇങ്ങനെ 90 ഡിഗ്രി തിരിക്കുകയാണ്. ഓക്കെ, റൈറ്റിലേക്ക് ഇങ്ങനെ 90 ഡിഗ്രി, പിന്നെ ഞാൻ ഇതുപോലെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് 90 ഡിഗ്രി തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ ബുക്ക് നിങ്ങൾ നോക്കണം. ഇതാണ് നിങ്ങളുടെ ഫോളോ ചെയ്യാനുള്ള ബുക്ക് കേട്ടോ. ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോഡൈനാമിക്സ് ബൈ ഡേവിഡ് ജെ ഗ്രിഫിത്ത്. ഇതാണ് നിങ്ങളുടെ ബുക്ക് ഫോളോ ചെയ്യാനുള്ളത്. ഞാനത് വിട്ടുപോയതാണ്. അപ്പോൾ ഈ ബുക്ക് ഞാൻ റൊട്ടേറ്റ് ചെയ്യാണ്. ആദ്യം ഞാൻ 90 ഡിഗ്രി വലത്തേക്ക്, പിന്നെ ഞാൻ 90 ഡിഗ്രി ഫ്രണ്ടിലേക്ക്, ഇങ്ങനെ തിരിക്കുന്നത്. ഇപ്പോൾ ഈ ബുക്കിൻ്റെ പൊസിഷൻ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഈ ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. എങ്ങനെ ചെയ്തേ? 90 ഡിഗ്രി ടു ദ റൈറ്റ്, 90 ഡിഗ്രി ടു ദ ഫ്രണ്ട്, അല്ലേ? ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഭാഗമാണ് കാണുന്നത്. ഇനി ഞാനത് നേരെ വേറെ രീതിയിൽ ചെയ്യാണ്. ആദ്യം ഞാൻ 90 ഡിഗ്രി ടു ദ ഫ്രണ്ടും പിന്നെ 90 ഡിഗ്രി ടു ദ റൈറ്റും ചെയ്യാൻ പോകണം. 90 ഡിഗ്രി ടു ദ ഫ്രണ്ട് ആൻഡ് 90 ഡിഗ്രി ടു ദ റൈറ്റ്. ഇപ്പോൾ ടെക്സ്റ്റ് എങ്ങനെയാണ് നിൽക്കുന്നത്? ഇങ്ങനെയാണ്. നിങ്ങൾ ഇതാണോ ആദ്യം കണ്ടേ? അല്ല, ഒന്നുകൂടെ പറയാം, നോക്കിക്കോളൂ. ആദ്യം ചെയ്യുന്ന ഓപ്പറേഷൻസ് 90 ഡിഗ്രി റൈറ്റ്, 90 ഡിഗ്രി ഫ്രണ്ട്. ഇപ്പം നിങ്ങൾ ഈ ഭാഗമല്ലേ കാണുന്നത്? ഇനി ഞാൻ തിരിച്ചൊന്നുകൂടി ചെയ്യാണ്. 90 ഡിഗ്രി ഫ്രണ്ട്, 90 ഡിഗ്രി റൈറ്റ്. രണ്ടും ഡിഫറെൻ്റ് അലൈൻമെൻ്റ് അല്ലേ? എന്ന് പറഞ്ഞാൽ ഈ ഒരു റൊട്ടേഷൻ എന്ന് പറയുന്നത് എന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് അല്ല. റൊട്ടേഷൻ ത്രൂ ലാർജർ ആംഗിൾസ് എന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഇനി നിങ്ങൾ ഈ ഡിഫറൻസിയേഷനിലും അതുപോലെയുള്ള സംഭവങ്ങളിലൊക്കെ എപ്പോഴും നമ്മൾ ഇഫ് തീറ്റ ടെൻസ് ടു 0 അല്ലെങ്കിൽ ഡി തീറ്റ, വേർ ഡി തീറ്റ ഇസ് ആൻ ഇൻഫിനിസിമൽ വാല്യൂ ഓഫ് തീറ്റ എന്ന് പറഞ്ഞ് തീറ്റയുടെ സ്മാൾ ക്വാണ്ടിറ്റീസ് നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്, അല്ലേ? ഡിഫറൻസിയേഷനിലും ഇൻറ്റഗ്രേഷനിലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? ടെഡിയസ് ജോബ്സ്. അപ്പോൾ നിങ്ങൾ എന്താണ് സ്മോൾ ആംഗിൾ ഓഫ് തീറ്റ അല്ലെങ്കിൽ ആൻ ഇൻഫിനിസിമൽ വാല്യൂ ഓഫ് തീറ്റ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. ഇനി അതിൻ്റെ ഇമ്പോർട്ടൻസും കൂടെ ഞാൻ ഇതേ റൊട്ടേഷൻ വെച്ചിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ 90 ഡിഗ്രി വലിയ ആംഗിൾസാണ് തിരിച്ചേ. ഞാൻ ഈ വളരെ ചെറിയൊരു ആംഗിൾ തിരിക്കാൻ പോവാം, അല്ലേ? നമ്മൾ ചെയ്ത അതേ റൊട്ടേഷൻ. ആദ്യം വളരെ ചെറിയൊരു ആംഗിൾ റൈറ്റിലേക്ക്, വളരെ ചെറിയൊരു ആംഗിൾ റൈറ്റിലേക്ക്. ഇനി ഞാൻ വളരെ ചെറിയൊരു ആംഗിൾ എങ്ങോട്ടാണ്? ഫ്രണ്ടിലേക്ക്. ഓക്കെ, അപ്പോൾ ബുക്ക് ഇങ്ങനെയല്ലേ നിൽക്കുന്നത്? ഇങ്ങനെ. ഈ പൊസിഷൻ നോക്കണേ. ഇനി ഞാൻ അതേ ഓപ്പറേഷൻ തിരിച്ച് ചെയ്യാണ്. ആദ്യം വളരെ ചെറിയൊരു ആംഗിൾ ഫ്രണ്ടിലേക്ക്, പിന്നെ വളരെ ചെറിയ ആംഗിൾ റൈറ്റിലേക്ക്. ബുക്ക് അങ്ങനെ തന്നെയല്ലേ നിൽക്കണേ, അല്ലേ? നമ്മൾ ഓപ്പറേഷൻ തിരിച്ച് ചെയ്തപ്പോഴും അതുപോലെയാണ് നിൽക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, കൺഫ്യൂഷൻ ഉണ്ടാവരുത്, ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എന്താണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു തരാനാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ ഇനി ആരോടും പിന്നെ പറയരുത് അതെന്താ 1 2 3 2 1 3 എന്ന് പറയരുത്, അങ്ങനെ ചെറുതാക്കരുത്. ഓക്കെ, അതാണ് ശരിക്കും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എ പ്ലസ് ബി ചെയ്താലും ബി പ്ലസ് എ ചെയ്താലും സെയിം ആണ്. അല്ലെങ്കിൽ എയിലേക്ക് ബീനെ ആഡ് ചെയ്താലും ബിയിലേക്ക് എനെ ആഡ് ചെയ്താലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും, അല്ലേ? അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി, വെക്ടർ അഡീഷൻ്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി, വെക്ടർ അഡീഷൻ എന്താണ്? അസോസിയേറ്റീവ് ആണ്. ഓക്കെ, വെക്ടർ അഡീഷൻ അസോസിയേറ്റീവ് ആണ്, അല്ലേ? എന്താണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി വിൽ ബി ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി. ഇതിനാണ് നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇത്രയും പ്രോപ്പർട്ടീസാണ് വെക്ടർ അഡീഷനുള്ളത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ? ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷനാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതാണ് വെക്ടർ അഡീഷനെ ഡിഫൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാരലലോഗ്രാം ലോയും ഫോളോ ചെയ്യാം. അതുപോലെ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്, അതുപോലെ അസോസിയേറ്റീവ് ആണ്. ഇത്രയാണ് വെക്ടർ അഡീഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് വെക്ടർ അഡീഷൻ. ഇനി എൻ്റെ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? അഡീഷൻ വിത്ത് എ നെഗറ്റീവ് വെക്ടറാണ്, അല്ലേ? അപ്പോൾ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ അഡീഷനാണ്. ഇനി നമുക്ക് സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? എ മൈനസ് ബി ആണ്, അല്ലേ? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ശരിക്കും എയിലേക്ക് ബി എ ആഡ് ചെയ്യുന്നു. ഇതിലേക്ക് എന്താണ്? എയിലേക്ക് മൈനസ് ബി ആഡ് ചെയ്യുന്നു. അപ്പോൾ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് വിൽ ബി ദ സെയിം വെക്ടർ ബി വിത്ത് എ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അല്ലേ? ബി അങ്ങോട്ടേക്ക് കാണിച്ചാൽ മൈനസ് ബി ഇങ്ങോട്ടേക്കാവും. അപ്പോൾ സെയിം പ്രിൻസിപ്പിളാണ്. എന്താണ്? ഒന്നിൻ്റെ ടെയിലെടുത്തിട്ട് മറ്റേതിൻ്റെ ഹെഡിൽ വെക്കുക. അപ്പോൾ അതേ പ്രൊസീജിയർ. അപ്പോൾ വെക്ടർ അഡീഷൻ തന്നെയാണ് നമ്മൾ സബ്ട്രാക്ഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതാണ് ഒന്ന്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സിൽ നമുക്ക് 3 ഓപ്പറേഷൻസ് വരുന്നുണ്ട്. ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കേലാർ. അപ്പോൾ ഞാൻ ഒന്നാമത്തെ ഓപ്പറേഷനായിട്ട് വെക്ടർ അഡീഷൻ എടുത്തു. രണ്ടാമത്തത് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കേലാർ. മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കേലാർ. നമുക്ക് വെക്ടർ എ എന്ന് പറഞ്ഞൊരു വെക്ടർ ഉണ്ടെന്ന് എഴുതാം.
ഓക്കെ, വെക്റ്റർ എ എന്ന് പറഞ്ഞൊരു വെക്റ്റർ ഉണ്ടെന്ന് കരുതാം. ഇതിനെ ഞാൻ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി എക്സാമ്പിൾ സ്മോൾ ലെറ്റർ എ, ഈ പറഞ്ഞ സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്ന ഒരു സ്കേലാർ ആണെന്ന് കരുതാം. എന്നിട്ട് എക്സാമ്പിൾ 2, 1, 5, -5, -3 ഇതൊക്കെ എന്താണ്, സ്കേലാർസ് ആണ്. അതൊരു വെക്ടറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് കരുതാം. ഓക്കെ, അപ്പോൾ അതിനെ ഡിഫൈൻ ചെയ്യുക എങ്ങനെയാണ്? സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ബൈ സ്കേലാർ എന്ന് പറഞ്ഞാൽ സ്കേലാർ എ ഇൻറ്റു വെക്റ്റർ എ. ഇതെന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഇറ്റ് വിൽ മൾട്ടിപ്ലൈ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ ബൈ ആൻ എമൗണ്ട് എ അല്ലേ. ഇനി ഇതിന് ഉദാഹരണം വെച്ച് നമ്മൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ എ എന്ന് പറഞ്ഞ സ്കേലാർ അല്ലേ, സപ്പോസ് എ ഈക്വൽ ടു സം 2 ആണെന്ന് കരുതാം. ഓക്കെ, ഇനി വെക്റ്റർ എ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയാണെന്ന് കരുതാം. വെക്റ്റർ എ ഇത്ര ഉള്ളൊരു സാധനമാണ്, ഇതാണ് വെക്റ്റർ എ എന്ന് കരുതുക. അപ്പോൾ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, 2a അല്ലേ, 2 ഇൻറ്റു വെക്റ്റർ എ അല്ലേ. 2 ഇൻറ്റു വെക്റ്റർ എ ചെയ്താൽ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഗെറ്റ്സ് മൾട്ടിപ്ലൈഡ് ബൈ 2, ഡയറക്ഷൻ റിമെയിൻസ് ദ സെയിം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക, ഇത്രയാണ് എ അല്ലേ. അപ്പോൾ 2a എന്ന് പറഞ്ഞാൽ ഇത്രയും പിന്നെ ഒരു ഇത്രയും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതാണെന്ത് 2a എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്ഷൻ സെയിം തന്നെയാണ്, ബട്ട് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഗോട്ട് മൾട്ടിപ്ലൈഡ് ബൈ എ. അങ്ങനെയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി, മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കേലാറിൻ്റെ ജസ്റ്റ് പ്രോപ്പർട്ടി ഒന്ന് നോക്കാം. എന്താണ് പ്രോപ്പർട്ടി? ഇറ്റ് ഈസ് അസോസിയേറ്റീവ്. സ്കേലാർ എ ഇൻറ്റു വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി എന്തായിരിക്കും? ഇറ്റ് വിൽ ബി എ ടൈംസ് വെക്റ്റർ എ പ്ലസ് എ ടൈംസ് വെക്റ്റർ ബി. ഇതിനെയാണ് നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പം മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കേലാർ എന്താണ്? അസോസിയേറ്റീവ് ആണ്. എ ഇൻറ്റു വെക്റ്റർ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു വെക്റ്റർ എ പ്ലസ് എ ഇൻറ്റു വെക്റ്റർ ബി. ഇതാണ് രണ്ടാമത്തെ ഓപ്പറേഷൻ, മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കേലാർ. ഇനി ആ ക്വാണ്ടിറ്റി സ്മോൾ ലെറ്റർ എ എന്ന് പറഞ്ഞ സ്കേലാർ നെഗറ്റീവ് ആണെങ്കിൽ എന്താ ചെയ്യുക? ഇപ്പം വെക്റ്റർ എ ഉണ്ടെന്ന് കരുതുക, ആ വെക്റ്റർ എ ഇങ്ങനെയാണ്. ഓക്കെ, വെക്റ്റർ എ ഇങ്ങനെയാണ്. ഇനി നമ്മൾ -a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ നേരത്തെ എടുത്ത് a ഈക്വൽ ടു 2 അല്ലേ, അപ്പം a ഈക്വൽ ടു -2 എടുത്തു എന്ന് കരുതാം. അങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ ചെയ്യാം? ഇത് മാഗ്നിറ്റ്യൂഡ് ഡബിൾ ചെയ്യും, പക്ഷേ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആവും. അപ്പോൾ എങ്ങനെ ഉണ്ടാവുക? മാഗ്നിറ്റ്യൂഡ് ഡബിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 ടൈംസ് അല്ലേ. അപ്പോൾ വെക്റ്റർ എ ഇത്രയാണ്, അത്രയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു, പക്ഷേ ഡയറക്ഷൻ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് വരും അല്ലേ. ഇതാണിപ്പോൾ വെക്റ്റർ എ എന്ന് പറഞ്ഞാൽ ഇതാണെങ്കിൽ, വെക്റ്റർ -2a എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ്. ഇനി സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടി, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടി ഇതാണ്. ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ്. എന്താ പറയുക? സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ്. എന്താ ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ, എ സ്കേലാർ എ ഇൻറ്റു സം വെക്റ്റർ എ പ്ലസ് സം വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു എ ടൈംസ് വെക്റ്റർ എ പ്ലസ് എ ടൈംസ് വെക്റ്റർ ബി. ഇതിനാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അല്ലേ. എ ടൈംസ് വെക്റ്റർ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു എ ടൈംസ് വെക്റ്റർ എ പ്ലസ് എ ടൈംസ് വെക്റ്റർ ബി. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ഓപ്പറേഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടൈപ്പ്. ഓക്കെ, അതാണ് ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് 2 വെക്റ്റേഴ്സ്. ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് 2 വെക്റ്റേഴ്സ്. വെക്റ്റർ എ വെക്റ്റർ ബി എന്ന് പറഞ്ഞ് 2 വെക്റ്റേഴ്സ് ഉണ്ടെന്ന് കരുതാം, വെക്റ്റർ എയും വെക്റ്റർ ബിയും. ദെൻ their dot product is defined as a dot b equal to magnitude of a into magnitude of b into cos theta. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും പറയാം, മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് എ ബി കോസ് തീറ്റ, വേർ തീറ്റ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി വെൻ their tails are placed together അല്ലേ. എ എന്ന് പറഞ്ഞൊരു വെക്റ്റർ ഉണ്ടെന്ന് കരുതുക, ഇങ്ങനെയാണ്. ഇനി ബി എന്ന് പറഞ്ഞ മറ്റൊരു വെക്റ്റർ ഉണ്ടെന്ന് കരുതുക, ഇങ്ങനെയാണ്. A dot b is defined as AB cos theta, where theta is the angle between A and B when their tails are placed together. അങ്ങനെയാണെന്ന് വെച്ചാൽ എയും ബിൻ്റെ നമ്മൾ ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്യണം? ഇതേ ഡയറക്ഷൻ നമ്മൾ റീപ്ലേസ് ചെയ്യുക. എ ഇങ്ങനെ, അതുപോലെ ബി എന്താണ്? ഇങ്ങനെ അല്ലേ. അതിൻ്റെ ടെയിൽ രണ്ടും ഒരുമിച്ച് വെക്കണം. അപ്പോൾ ഇതാണ് വെക്റ്റർ എ, ഇതാണ് വെക്റ്റർ ബി അല്ലേ. അപ്പോൾ ഈ ആംഗിളാണ് എന്ത്? തീറ്റ അല്ലേ. ജിയോമെട്രിക്കലി എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് എ ആൻഡ് പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ വെക്റ്റർ എ എന്ന് പറയാം, അല്ലെങ്കിൽ തിരിച്ചും പറയാം, പ്രൊഡക്റ്റ് ഓഫ് ബി ആൻഡ് പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്നും പറയാം. ഇതാണ് ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇത് നമ്മൾ സ്കേലാർ പ്രൊഡക്റ്റ് എന്നും പറയും. എന്താ പറയുക?
സ്കേലാർ പ്രൊഡക്റ്റ്. കൺഫ്യൂഷൻ ആവരുത്. നേരത്തെ നമ്മൾ പഠിച്ചത് സ്കേലാർ മൾട്ടിപ്ലിക്കേഷനാണ്. സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും സ്കേലാർ പ്രൊഡക്റ്റും രണ്ടാണ്. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കേലാർ. ഒരു വെക്ടറിനെ എ എന്ന് പറഞ്ഞൊരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞൊരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സാമ്പിൾ 2 times a, 3 times a, -5 times a. അതാണ്. ഇത് സ്കേലാർ പ്രൊഡക്റ്റ് ആണ്, അത് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്, മാറരുത്. ഓക്കെ, ഇനി ഇങ്ങനെയാണ്. അപ്പം എ ഡോട്ട് ബി ഇസ് ഡിഫൈൻഡ് ആസ് എ ബി കോസ് തീറ്റ. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് റിലേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യാനുണ്ട്. ഒന്ന് എ ഡോട്ട് എ നോക്കാം. വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ എ. വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ എ എന്ന് പറഞ്ഞാൽ എന്താ? ഇതല്ലേ വെക്റ്റർ എ. ഇനി അതേ എ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു കോസ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് എ അല്ലേ? എ ഡോട്ട് എ അല്ലേ? അപ്പോൾ എ ഇൻറ്റു കോസ് എയും തമ്മിലുള്ള ആംഗിൾ എത്രയാ? ഇതൊരു എ. ഇനി മറ്റൊരു എയും കൂടെ ഇവിടെ തന്നെ പ്ലേസ് ചെയ്യാം അല്ലേ? അപ്പോൾ ഇവർ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 0 ഡിഗ്രി അല്ലേ? അപ്പോൾ കോസ് 0 എന്ന് വരും അല്ലേ? അപ്പോൾ എ ഡോട്ട് എ ചെയ്താൽ നമുക്ക് കിട്ടും എ ഇൻറ്റു എ സ്ക്വയർ കോസ് 0 1. അപ്പോൾ എ ഡോട്ട് എ എന്താണ്? എ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി അതുപോലെ ഇഫ് ദർ ആർ 2 വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ ഇതാണ് വെക്ടർ എ എന്ന് കരുതുക, അതുപോലെ ഇതാണ് വെക്ടർ ബി എന്ന് കരുതുക. ഇപ്പോൾ നമ്മൾ ടെയിൽ രണ്ടും ജോയിൻ ചെയ്താൽ അവർ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. അപ്പോൾ എ ഡോട്ട് ബി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ് 90 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ 90 ഡിഗ്രി കോസ് 90 ഡിഗ്രി എത്രയാണ്? 0 ആണ്. അപ്പോൾ എന്ത് കിട്ടും? എ ഡോട്ട് ബി ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ ഇഫ് 2 വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ എന്നുള്ളതിന് നമ്മൾ കുറച്ചുകൂടെ ഫോർമുലേറ്റ് ഓർത്തോഗണൽ എന്ന് പറയും. അപ്പോൾ ഇഫ് 2 വെക്ടേഴ്സ് ആർ ഓർത്തോഗണൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ, ദെൻ ദെയർ ഡോട്ട് പ്രൊഡക്റ്റ് വിൽ ബി 0. അതുപോലെ അവർ തമ്മിലുള്ള ആംഗിൾ സെയിം ഡയറക്ഷനിലാണ് വെച്ചാൽ എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ വെക്ടർ ഇതാണെന്ന് കരുതുക, അതുപോലെ ബി എന്ന് പറഞ്ഞ വെക്ടർ ഇതാണെന്ന് കരുതുക. ഓക്കെ, ഇപ്പോൾ ഇവർ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 0 ഡിഗ്രിയാണ്. അപ്പോൾ എ ഡോട്ട് ബി എന്താവും? എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ് 0 ഡിഗ്രി എന്ന് വരും. കോസ് 0 ഡിഗ്രി 1 ആണ്. അപ്പോൾ എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി എന്ന് വരും അല്ലേ? എത്രയാണ്? ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കാം. ഇനി ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ്. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഒന്നാമത്തത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഡോട്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്കേലാർ പ്രൊഡക്റ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈസ് ഈക്വൽ ടു വെക്ടർ ബി ഡോട്ട് വെക്ടർ എ. എ ഡോട്ട് ബിയും ബി ഡോട്ട് എയും സെയിം ആയിരിക്കും. രണ്ടാമത്തെ പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് എന്താ? ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി. ഇങ്ങനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്കേലാർ പ്രൊഡക്റ്റ് എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്, അതുപോലെ ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. ഇനി നമുക്ക് നിങ്ങൾ യൂണിറ്റ് വെക്ടേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടേഴ്സ് ഹാവിങ് മാഗ്നിറ്റ്യൂഡ് 1 ആൻഡ് വിത്ത് എ ഡയറക്ഷൻ അല്ലേ? നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ല, നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഉപയോഗിക്കാറില്ല യൂണിറ്റ് വെക്ടേഴ്സ് ആണ് എക്സ് ക്യാപ്, വൈ ക്യാപ്, സെഡ് ക്യാപ്, അല്ലെങ്കിൽ ഐ ക്യാപ്, ജെ ക്യാപ്, കെ ക്യാപ് എന്ന് പറയും അല്ലേ? ഇപ്പോൾ ഇത് എക്സ്, ഇത് വൈ, ഇത് സെഡ് ആണെങ്കിൽ എ യൂണിറ്റ് വെക്ടർ ഡയറക്റ്റഡ് എലോങ് എക്സ് ആക്സിസ് ഈസ് കാൾഡ് ഐ ക്യാപ്, അല്ലെങ്കിൽ നമ്മൾ എക്സ് ക്യാപ് എന്ന് പറയാറുണ്ട്. എലോങ് വൈ ക്യാപ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ജെ ക്യാപ്, ആൻഡ് എലോങ് സെഡ് ക്യാപ് ഇറ്റ് ഈസ് കോൾഡ് ആസ് കെ ക്യാപ് അല്ലേ? ഐ ജെ കെ എന്നും പറയാം, അല്ലെങ്കിൽ എക്സ് ക്യാപ്, വൈ ക്യാപ്, സെഡ് ക്യാപ് എന്നും പറയാം. ഇനി ഇവരുടെ പ്രോപ്പർട്ടീസ് ഒന്ന് ഐ ഡോട്ട് ഐ എന്താ, അല്ലെങ്കിൽ ഐ ക്യാപ് ഡോട്ട് ഐ ക്യാപ് എന്താ? ഐ ക്യാപ് ഇതാണ്, വീണ്ടും ഐ ക്യാപ്പിനെ കൊണ്ട് തന്നെ ഡോട്ട് ചെയ്താൽ ഐ ക്യാപ് എലോങ് ദാറ്റ് സെയിം ഡയറക്ഷൻ, ആംഗിൾ 0 ആണ്. അപ്പോൾ ഐ ക്യാപ് ഡോട്ട് ഐ ക്യാപ്, ഐൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ഇൻറ്റു 1 ഇൻറ്റു കോസ് 0, അപ്പം എന്ത് വരും? 1 വരും അല്ലേ? സിമിലർലി വി ഹാവ് ടു റൈറ്റ് ജെ ക്യാപ് ഡോട്ട് ജെ ക്യാപ് ഈക്വൽ ടു കെ ക്യാപ് ഡോട്ട് കെ ക്യാപ് ഈക്വൽ ടു 1 ആണ് അല്ലേ? ഇനി അതിൻ്റെ ക്രോസ് എടുത്ത് നോക്കാം നമുക്ക്. അപ്പം ഐ ക്യാപ് ഡോട്ട് ജെ ക്യാപ് എന്താ വരിക? ഐ ക്യാപ് ഡോട്ട് ജെ ക്യാപ് ഇവർ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ എത്രയാണ്? 0 ആണ്. 1 ഇൻറ്റു കോസ് 90, അത് 0 ആണ്. ഇനി ഏത് ക്രോസ് കോമ്പിനേഷൻ വന്നാലും ആൻസർ 0 ആകും. കാരണം ഐ ഈസ് പെർപെൻഡിക്കുലർ ടു ജെ, ജെ ഈസ് പെർപെൻഡിക്കുലർ ടു കെ, ആൻഡ് ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. അതുകൊണ്ട് ഐ ഡോട്ട് ജെയും ജെ ഡോട്ട് കെയും
കെ ഡോട്ട് ഐയും ഒക്കെ എന്താണ് 0 ആണ് അല്ലേ. സെയിം ആണെങ്കിൽ മാത്രം ആൻസർ 1 ആണ്, വേറെ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ ആൻസർ 0 ആണ്. അപ്പോൾ ഇത്രയാണ് ഡോട്ട് പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ വേറെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. ഇതിനെന്താണ് സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് പറയാനുള്ള കാരണം, നമ്മൾ നേരത്തെ പറഞ്ഞു വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ എ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആണെന്ന് പറഞ്ഞു അല്ലേ. വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ എ സ്ക്വയർ ആണ്. ഈ എ സ്ക്വയർ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എന്താണ്, അത് മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണ്. മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് ക്വാണ്ടിറ്റി വീണ്ടും എന്താവും, ഒരു സ്കേലാർ ആവും അല്ലേ. അപ്പോൾ നമ്മൾ ഒരു രണ്ട് വെക്ടറിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. വെക്ടർ അല്ലെങ്കിൽ വെക്ടർ എയും വെക്ടർ ബിയും ഡോട്ട് ചെയ്യുന്ന എഴുതാം. വെക്ടർ എ എന്താണ്, വെക്ടറാണ്. ബി എന്താണ്, വെക്ടറാണ്. ഇതിനെ നമ്മൾ ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, എ ബി കോസ് തീറ്റ അല്ലേ. എ മാഗ്നിറ്റ്യൂഡാണ്, ബി മാഗ്നിറ്റ്യൂഡാണ്. അതുകൊണ്ട് എയും ബിയും എന്താണ്, സ്കേലാറാണ്. ഇനി കോസ് തീറ്റയും എന്താണ്, ഒരു സ്കേലാറാണ്. അതുകൊണ്ട് എ ഡോട്ട് ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും, ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആവും. അതുകൊണ്ടാണ് ഇതിന് സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ ദ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് ഈസ് എ സ്കേലാർ. ദ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് ഈസ് എ സ്കേലാർ. അതും മറക്കാൻ പാടില്ല. ഇനി മൂന്നാമത്തെ മൾട്ടിപ്ലിക്കേഷൻ ടൈപ്പ് അല്ലെങ്കിൽ നാലാമത്തെ ഓപ്പറേഷൻ. ഓക്കെ, ഇത് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. ഒരു അഡീഷനും 3 മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ നമ്പർ പറയുമ്പോൾ മാറുന്നത്. അപ്പോൾ നോക്കാം, നാലാമത്തെ ഓപ്പറേഷൻ എന്താണ്, ക്രോസ് പ്രൊഡക്റ്റ്. ക്രോസ് പ്രൊഡക്റ്റ് അതിന് നമ്മൾ വെക്റ്റർ പ്രൊഡക്റ്റ് എന്നും പറയും. വെക്റ്റർ പ്രൊഡക്റ്റ്. If there are two vectors A and B, then A cross B, it is represented like this, and A cross B is defined as magnitude of A into magnitude of B into sine of the angle between A and B into n cap. അല്ലേ, A cross B is defined as ഇങ്ങനെ എഴുതാം, A B sin theta n cap, where theta is the angle between A and B when their tails are placed together. നേരത്തെ വെച്ചതുപോലെ തന്നെ അവരുടെ tails ഒരുമിച്ച് വെച്ചാൽ കിട്ടുന്ന ആംഗിളാണ് തീറ്റ. ആൻഡ് n cap is the unit vector perpendicular to the plane containing A and B. ആ ഡയറക്ഷൻ എടുക്കുന്നിടത്ത് നമുക്ക് കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. എ ബി സൈൻ തീറ്റ, അതിൽ കൺഫ്യൂഷനൊന്നുമില്ല. എ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ, ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി, സൈൻ തീറ്റ, തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. ഓക്കെ, ഇനി ഈ എൻ ക്യാപ്പ് എങ്ങനെ എടുക്കുക? എൻ ക്യാപ്പ് ഈസ് ദി യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് എ ആൻഡ് ബി. അങ്ങനെയല്ലേ? അപ്പോൾ വെക്ടർ എ ഇതാണെന്ന് എഴുതുക. ഓക്കെ, വെക്ടർ ബി ഇതാണെന്ന് എഴുതുക. വെക്ടർ എ ഇതാണ്, വെക്ടർ ബി ഇതാണ്. ഇതാണ് ആംഗിൾ തീറ്റ അല്ലേ. ഇനി ഇവിടെ സിമ്പിളായിട്ടൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, എ ക്രോസ് ബി ചെയ്തപ്പോൾ ഇവിടെ എൻ ക്യാപ്പ് ഉണ്ട്. എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ദർ ഈസ് എ ഡയറക്ഷൻ അല്ലേ, ഒരു ഡയറക്ഷൻ അവിടെ ഉള്ളത് കൊണ്ട് ഇറ്റ് ഈസ് എ വെക്ടർ. എ ക്രോസ് ബി ചെയ്താൽ അല്ലെങ്കിൽ രണ്ട് വെക്ടേഴ്സിൻ്റെ ക്രോസ് നമ്മൾ ചെയ്താൽ അവിടെ കിട്ടുന്ന ആൻസർ എന്താണ്? ഒരു വെക്ടറാണ്. അതുകൊണ്ട് അതിന് വെക്ടർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഡോട്ട് പ്രൊഡക്റ്റ് സ്കേലാർ ആയിരുന്നു, അതുകൊണ്ട് സ്കേലാർ പ്രൊഡക്റ്റ്. ഇവിടെ രണ്ട് വെക്ടറിന് നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ആൻസറിന് ഡയറക്ഷൻ ഉണ്ട്. അതുകൊണ്ട് അതെന്താണ്? ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് വെക്ടർ പ്രൊഡക്റ്റ് അല്ലേ. ഇനി ഈ എൻ ക്യാപ്പ് എങ്ങനെ കാണാം? എൻ ക്യാപ്പ് ഈസ് ദി യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് എ ആൻഡ് ബി. ഇപ്പോൾ ഇത് എ ആണ്. എ എന്ന് പറഞ്ഞ് ഈ ബോർഡിൻ്റെ പ്ലെയിനിൽ നിൽക്കുകയാണ്. ബിയും ഒരു വെക്ടറാണ്, അതും ബോർഡിൻ്റെ പ്ലെയിനിൽ നിൽക്കുകയാണ്. ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത്? എൻ ക്യാപ്പ് ഉള്ളത്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇല്ലെങ്കിൽ അത് നിങ്ങളെ മോശമാണ്. ആ കൺഫ്യൂഷൻ എന്താണ്? ഇതൊരു പ്ലെയിൻ അല്ലേ, ഇവിടുന്ന് എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ അല്ലേ. ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ ഒരു വെക്ടർ വരച്ചൂടെ? അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടും വരച്ചൂടെ? ഇതിൻ്റെ ഉള്ളിലേക്ക് അല്ലേ, പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചാൽ പോരെ. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു പെർപെൻഡിക്കുലർ വരക്കാം, അല്ലെങ്കിൽ അവിടുന്ന് അങ്ങോട്ടേക്കും വരക്കാം. അപ്പോൾ ഏത് വരക്കും? രണ്ടും വരക്കാൻ പാടില്ല. കാരണം ഒന്ന് എൻ ക്യാപ്പ് ആവും, ഒന്ന് അല്ലെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആവും അല്ലേ. ഇങ്ങോട്ടേക്കുള്ള വെക്ടറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അങ്ങോട്ടേക്കുള്ള വെക്ടർ. അപ്പോൾ ഏതും വരക്കാൻ പാടില്ല. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് യൂസിങ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ അല്ലേ. നമ്മളിങ്ങനെ ഫിംഗേഴ്സ് എടുത്തിട്ട് ഒരു വെക്ടറിൻ്റെ ക്രോസ് പിടിക്കാം. ഓക്കെ, ഒരു വെക്ടറിൻ്റെ ക്രോസ് പിടിച്ചിട്ട് അടുത്ത വെക്ടറിലേക്ക് പോവാം. ഏത് കൂടെ പോകണം? ത്രൂ ദ സ്മോളസ്റ്റ് ആംഗിൾ. ഇപ്പോൾ എയും ബിയും തമ്മിലുള്ള സ്മോളസ്റ്റ് ആംഗിൾ ഇതാണ്. ലാർജസ്റ്റ് ആംഗിൾ ഏതാണ്? ഇതാണ് അല്ലേ.
ഈ ആംഗിൾ വലുതാണ്, അങ്ങനെയല്ല പോണ്ടേ. വി ഹാവ് ടു ഗോ ത്രൂ ദ സ്മോളസ്റ്റ് ആംഗിൾ. യു ഹാവ് ടു പ്ലേസ് അവർ ഫിംഗേഴ്സ് ലൈക്ക് ദിസ് ആൻഡ് യു ഹാവ് ടു കേൾ യുവർ ഫിംഗേഴ്സ് ടുവാർഡ്സ് ദി സെക്കൻഡ് വെക്ടർ. ഇത് എ ആണ്, അതിന് സെക്കൻഡ് വെക്ടറിൻ്റെ ഡയറക്ഷനിൽ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ തമ്പ് എവിടേക്ക് ഡയറക്റ്റ് ചെയ്യുന്നു അതാണെന്ത് എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ എ ക്രോസ് ബി, ഇത് ബി ആണ്. ഓക്കെ, ബി ക്രോസ് എ ചെയ്യുന്ന എഴുതുക. അപ്പം this is our first vector and we have to curl our fingers towards the second vector and our thumb indicates the direction of a cross b. അല്ലേ, ഇതാണ് ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ. അല്ലേ, ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. അല്ലേ, ഞാൻ പറഞ്ഞു ഇതിൻ്റെ ആൻസർ ഒരു വെക്ടറാണ്, അതുകൊണ്ട് ഇത് വെക്ടർ പ്രൊഡക്റ്റ് എന്ന് പറയാറുണ്ട്. ഇതിൻ്റെ പ്രോപ്പർട്ടീസ്, ഒന്നാമത്തെ പ്രോപ്പർട്ടി, ഇറ്റ് ഈസ് ആൻറ്റി കമ്മ്യൂട്ടേറ്റീവ്. ആൻറ്റി കമ്മ്യൂട്ടേറ്റീവ്. എന്താ ആൻറ്റി കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ? എ ക്രോസ് ബി വിൽ ബി ഈക്വൽ ടു മൈനസ് ഓഫ് ബി ക്രോസ് എ. ആൻറ്റി കമ്മ്യൂട്ടേറ്റീവ് ആണ്, നോട്ട് കമ്മ്യൂട്ടേറ്റീവ് അല്ല. എപ്പോഴും കൺഫ്യൂഷൻ വരാറുണ്ട്, മാറാറുണ്ട്. ആൻറ്റി കമ്മ്യൂട്ടേറ്റീവും നോട്ട് കമ്മ്യൂട്ടേറ്റീവും ഡിഫറെൻ്റ് ആണ്. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ, ഇതിനെ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയും. ആൻറ്റി കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അടുത്തത്. എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബിൻ്റെ നെഗറ്റീവ് ആണ് ബി ക്രോസ് എ. ഇനി നോട്ട് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു എന്നാണ്. അങ്ങനെ എഴുതിയാലാണ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുക. ഇത് ആൻറ്റി കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് ബി ക്രോസ് എ. എ ക്രോസ് ബിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആവുന്നത് മൈനസ് ബി ക്രോസ് എ ചെയ്താൽ. ഇനി രണ്ടാമത്തത് അതെന്താണ്? ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. എന്താണ്? ഡിസ്ട്രിബ്യൂട്ടീവ്. അല്ലേ, ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടർ എ ക്രോസ് ബി പ്ലസ് വെക്ടർ സി വിൽ ബി ഈക്വൽ ടു വെക്ടർ എ ക്രോസ് ബി പ്ലസ് വെക്ടർ എ ക്രോസ് സി. അല്ലേ, വെക്ടർ എ ക്രോസ് ബി പ്ലസ് സി വിൽ ബി ഈക്വൽ ടു എ ക്രോസ് ബി പ്ലസ് എ ക്രോസ് സി. ഇതിനാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനിയൊരു പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. നമ്മൾ വെക്ടർ എയും അതുപോലെ ഒരു വെക്ടർ ബിയും ഉണ്ട് കരുതുക. ഈ വെക്ടർ എയും ബിയും വെച്ചിട്ട് ഞാനൊരു പാരലലോഗ്രാം ഉണ്ടാക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇതുപോലെ ഒരു വെക്ടർ ബി ഇവിടെയും വരക്കുക, അതുപോലെ ഇതുപോലൊരു വെക്ടർ ഇവിടെയും വരക്കാം. അല്ലേ, ഇത് വെക്ടർ ബി, ഇത് വെക്ടർ എ. ഇതൊരു പാരലലോഗ്രാം എന്ന് പറയാം. ജോമെട്രിക്കലി മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി വിൽ ബി ദി ഏരിയ ഓഫ് ദി പാരലലോഗ്രാം ഫോംഡ് ബൈ വെക്ടർ എ ആൻഡ് വെക്ടർ ബി. വെക്ടർ എയും വെക്ടർ ബിയും ഫോം ചെയ്യുന്ന ഈ പാരലലോഗ്രാമിൻ്റെ ഏരിയ ആണെന്ത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ. ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അല്ലേ, രണ്ട് വെക്ടേഴ്സ് വരും, എന്നിട്ട് ചോദിക്കും ഇഫ് ദീസ് ടു വെക്ടേഴ്സ് ഫോംസ് എ പാരലലോഗ്രാം ഫൈൻഡ് ദ ഏരിയ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? എ ക്രോസ് ബിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടാൽ മതി. ഓക്കെ, ഇനി അടുത്ത ഭാഗം നമുക്ക് വെക്ടർ എ അതുപോലെ വെക്ടർ ബി ഉണ്ട് എഴുതാം. If the angle between vector A and vector B is 90 degree, അല്ലെങ്കിൽ if A and B are perpendicular, ഇത് A ആണ് അതുപോലെ ഇത് B ആണെന്ന് എഴുതുക. ഇപ്പോൾ ഇവർ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. അല്ലേ, അപ്പോൾ എന്താവും? എ ബി എൻ ക്യാപ്പ് എന്നാവും. അല്ലേ, അതുപോലെ if the angle between A and B are 0 degree, അല്ലെങ്കിൽ if A and B are directed along same direction, then vector A cross vector B will be equal to AB sin 0 degree. Sin 0 എത്രയാണ്? 0 ആണ്. അപ്പം if A and B are directed along same direction, then A cross B will be 0. അതുപോലെ പെർപെൻഡിക്കുലർ ആണെച്ചാൽ A cross B will be AB. അല്ലേ, അതുപോലെ വെക്ടർ എ ക്രോസ് വെക്ടർ എ, വെക്ടർ എ ക്രോസ് വെക്ടർ എ എന്ന് പറഞ്ഞാൽ എന്താ വരിക? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു സൈൻ, ഇവർ തമ്മിലുള്ള ആംഗിൾ എത്രയും? 0 ഡിഗ്രി. എയും എയും തമ്മിലുള്ള ആംഗിൾ 0 അല്ലേ, അപ്പോൾ സൈൻ 0 എന്ത് വരും? 0 വരും. എ ക്രോസ് എ എന്താണ്? 0 ആണ്. ഇനി നമുക്ക് നേരത്തെ ഡോട്ട് പ്രൊഡക്റ്റിൽ പറഞ്ഞതുപോലെ നമ്മുടെ യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ ഐഡിയ നമുക്ക് ഇതിൽ ചെയ്യണം. അപ്പോൾ യൂണിറ്റ് വെക്ടേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന യൂണിറ്റ് വെക്ടേഴ്സ് നമ്മുടെ കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ XYZ ഡയറക്ഷനിലുള്ള എന്താണ്? യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. അല്ലേ, അപ്പോൾ ഇങ്ങനെ അല്ലേ,
എക്സ് വൈ സെഡ്, ഇത് ഐ ക്യാപ്, ഇത് ജെ ക്യാപ്, ഇത് കെ ക്യാപ് അല്ലേ. ഇനി നമുക്കറിയാം ഐ ക്രോസ് ഐ എന്താ വരിക? ഐ ക്രോസ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ എലോങ് ഐയും ഐയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 0. അപ്പോൾ ഐ ക്രോസ് ഐ 0 ആവും. അതുപോലെ ജെ ക്രോസ് ജെ എന്താവും? 0 ആവും. അതുപോലെ കെ ക്രോസ് കെ എന്താവും? 0 ആവും അല്ലേ. കാരണം ഇവരൊക്കെ തമ്മിലുള്ള ആംഗിൾ സെയിം ആണ്, 0 ഡിഗ്രിയാണ്. അത് 0 ആയി. ഇനി അടുത്തത് ഐ ക്രോസ് ജെ എന്താണ്? ഐ ക്രോസ് ജെ കെ ക്യാപ്പാണ്. ഓക്കെ, കാരണം ഐയും ജെയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. സൈൻ 90 എത്രയാണ്? 1 ആണ്. ഇനി ഡയറക്ഷനോ? ഐയിൽ നിന്നും ഐ ക്രോസ് ജെ അല്ലേ, ഐയിൽ നിന്നും ജെയിലേക്ക് നമ്മൾ ഫിംഗേഴ്സ് കേളിയുക. അപ്പോൾ തമ്പം കിട്ടാം ഈ ഡയറക്ഷനിൽ. ഇത് ഏതാ ഡയറക്ഷൻ? കെ ക്യാപ്പാണ് അല്ലേ. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 1 ആണ്. അപ്പോൾ ഐ ക്രോസ് ജെ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു സൈൻ 90 ഡിഗ്രി അല്ലേ. അപ്പോൾ 1 ഇൻറ്റു 1 ഇൻറ്റു സൈൻ 90 ഡിഗ്രി ഡയറക്ഷൻ കിട്ടാം എലോങ് കെ. അപ്പോൾ എന്താവും? കെ ക്യാപ്പ് എന്നാവും അല്ലേ. ഇതുപോലെ ബാക്കി മൂന്നും അല്ലേ. ഇനി ജെ ക്രോസ് കെ ക്യാപ്പ് എന്താ വരിക? ജെ ക്രോസ് കെ ക്യാപ്പ് അല്ലേ. ജെ ഇങ്ങനെ കെ ഇങ്ങനെ, അതെന്താ വരിക? ഐ ക്യാപ്പ് വരിക അല്ലേ. അതുപോലെ നമുക്ക് മൂന്നും കിട്ടും അല്ലേ. ഐ ക്രോസ് ജെ, ജെ ക്രോസ് കെ, ഇനി കെ ക്രോസ് ഐ ക്യാപ്പ്. കെ ക്രോസ് കെ ക്യാപ്പ് എന്താ വരിക? കെ ഇങ്ങോട്ട് ഐ അങ്ങോട്ട്, അപ്പം എന്ത് വരും? ജെ ക്യാപ്പ് എന്ന് വരും. ഇനി ഇത് ഓർത്ത് വെക്കാൻ ഏറ്റവും എളുപ്പത്തിലുള്ളത് നമുക്കൊരു സൈക്കിൾ ഫോം ചെയ്യാം. അതുപോലെ ഐ ജെ കെ, ഇത് ഈ പ്രൊഡക്റ്റ് ഓർത്ത് വെക്കാനാണ്. ഐ ക്രോസ് ജെ കെ ക്യാപ്പാണ്, ജെ ക്രോസ് കെ ഐ ക്യാപ്പാണ്, കെ ക്രോസ് ഐ ജെ ക്യാപ്പാണ്. ഇനി ഇത് സ്കിപ്പ് ചെയ്തു എന്ന് കരുതുക. എങ്ങനെ? ഐ ക്രോസ് കെ ക്യാപ്പ് അല്ലേ, ഐ ക്രോസ് ജെ കെ ക്യാപ്പാണ് അല്ലേ, ജെ ക്രോസ് കെ ഐ ക്യാപ്പാണ്, ജെ ക്രോസ് കെ ഐ ക്യാപ്പാണ്, ജെ ക്രോസ് കെ ഓർഡറിലാണ് പോണേ. ഇനി കെ ക്രോസ് ഐ എന്താണ്? ജെ ക്യാപ്പാണ് അല്ലേ. ഇനി ഓർഡർ സ്കിപ്പ് ചെയ്തു കരുതുക. ഐ ക്രോസ് കെ, അപ്പോൾ ഐ ക്രോസ് കെ ആകുമ്പോൾ തിരിച്ചു വന്നു, അപ്പോൾ എന്താവും? മൈനസ് ജെ ക്യാപ്പ് ആവും അല്ലേ. അപ്പോൾ ഐ ക്രോസ് കെ ക്യാപ്പ് എന്താവും? മൈനസ് ജെ ക്യാപ്പ് ആവും അല്ലേ. അതുപോലെ ഇനി നമുക്ക് ജെ ക്രോസ് ഐ, ജെ ക്രോസ് ഐ ക്യാപ്പ് എന്താവും? ജെ ക്രോസ് ഐ ക്യാപ്പ് എന്താവും? മൈനസ് കെ ക്യാപ്പ് അല്ലേ. അതുപോലെ കെ ക്രോസ് ജെ ക്യാപ്പ് എന്താവും? കെ ക്രോസ് ജെ ക്യാപ്പ് ഓപ്പോസിറ്റായി പോയി അല്ലേ, അതെന്താവും? മൈനസ് ഐ ക്യാപ്പ് ആവും അല്ലേ. ഇത്രയുമാണ് അതിൻ്റെ യൂണിറ്റ് വെക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഇന്ന് നമ്മൾ പറഞ്ഞത് വെക്ടേഴ്സ് എന്താണെന്ന് പറഞ്ഞു, അതെങ്ങനെയാണ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു, അതുപോലെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആയ അഡീഷൻ, അതുപോലെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ, സ്കേലാർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ്, വെക്ടർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ്, അത്തരം കാര്യങ്ങൾ, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾ തറവായിട്ട് പഠിക്കുക. അതുപോലെ ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾ എഴുതിയിട്ട്, ഈ ക്ലാസ് കണ്ട് നോട്ട്സ് എഴുതിയിട്ട് രാത്രി 10 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ബാക്കി ഭാഗമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.